നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അത് CPM-നും പിണറായി വിജയനും വലിയ വെല്ലുവിളിയായി തീരും എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. കാരണം സ്വരാജ് പിണറായിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവിടെ സ്വരാജിന് പരാജയം സംഭവിച്ചാൽ പിണറായി വിജയൻ്റെ ഭാവി എന്തായിരിക്കും? ഈ നിലമ്പൂരിൽ പരാജയം സംഭവിച്ചാൽ പിണറായി വിജയന് തൽക്കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നു. തൽക്കാലം എന്ന് ഞാൻ പറയും. കാരണം അസാധാരണമായ വ്യാഖ്യാന പാടവം കൊണ്ട് MV ഗോവിന്ദനും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം വിശകലനം ചെയ്തിട്ട് അത് ഞങ്ങളൊരു സ്വതന്ത്രനെ വെച്ച് ജയിച്ച മത്സരം, ഞങ്ങളുടെ സീറ്റല്ല. കുഞ്ഞാലി ഇരുന്നപ്പോൾ മാത്രമാണ്, ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള കുഞ്ഞാലി ഇരുന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ഥിരം UDF-ൻ്റെ മണ്ഡലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കതിലൊന്നും തന്നെ ഒന്നും ചെയ്യാനില്ല എന്നേ അവർ പറയത്തുള്ളൂ. അതും കുഞ്ഞാലി എന്നാ ജയിച്ചത്? 1967 K കുഞ്ഞാലി ആ മണ്ഡലത്തിൽ CPM-ൻ്റെ അന്നത്തെ ഈ ഡീലിമിറ്റേഷൻ്റെ നമ്മളത് പലപ്പോഴും അനലൈസ് ചെയ്യാറില്ല. 67 സ്ഥിതി, അവിടുത്തെ ജനസംഖ്യയും ഒക്കെ എത്രയാണ്? മുസ്ലിം ജനസംഖ്യ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് വരികയാണ്, ഉയർന്നു വരികയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറുക എന്നുള്ള ആ ഒരു സ്റ്റാറ്റിക്സ്, ആ ഡെമോഗ്രഫി നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യാറില്ല നമ്മുടെ വിശകലനങ്ങളിൽ. അതാണ് നമ്മൾക്ക് തെറ്റിപ്പോകുന്നത് പലപ്പോഴും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞങ്ങൾക്കില്ല എന്നുള്ള വ്യാഖ്യാനം ചമച്ചുകൊണ്ട് അവർക്ക് തടി തപ്പാവുന്നേ ഉള്ളൂ നിലമ്പൂരിൽ തോറ്റുപോയാൽ. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെയല്ല. അവിടെ തോറ്റുപോയാൽ നടുവൊടിഞ്ഞ് വീണതുപോലെയാണ്. കാരണം ഉണർത്തെണീച്ച് വരുമ്പോൾ പുറകിൽ നിന്നൊരു ചവിട്ടും കൂടെ കിട്ടുന്ന പോലെ വരുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പ് നല്ല ശ്രീകരമായിട്ട് ജയിച്ചു. ഈ മൂന്നാമത്തേത് വന്നപ്പോൾ വീണുപോയി എന്ന് പറയുമ്പോൾ അവിടുന്ന് പിന്നെ എണീക്കാൻ പറ്റില്ല കോൺഗ്രസ്സിന്. CPM-ന് പറ്റും. അതിൻ്റെ അസാധാരണമായിട്ടുള്ള മെഷീനറി, ബൂത്ത് തലം വരെയുള്ള എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനം കോൺഗ്രസ്സിന് നിലമ്പൂരിൽ പോലും അതൊന്നുമില്ല. നിലംപരിശായി മുസ്ലിം ലീഗിൻ്റെ പച്ചയിലാണ് അവിടെ അവിടുത്തെ മുസ്ലിം ലീഗിന് അവിടെ മണ്ഡലത്തിൽ നല്ല സംഘടനാ പ്രാവീണ്യമുണ്ട്. അതുപോലെ അതുകൊണ്ട് എന്തു വെച്ചാൽ നിലംപരിശായി പോകും കോൺഗ്രസ്, നിലംപരിശായി പോകും. ഈ മുസ്ലിം ലീഗിൻ്റെ ഓക്സിജൻ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല, സംസ്ഥാനത്തെ ഭരിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരും. പക്ഷേ താങ്കൾ പറഞ്ഞതിലൊരു പോയിൻ്റുണ്ട്. പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം, നിലമ്പൂരെന്ന് പറയുന്ന ഒരു ലിറ്റ്മസാണ്. അവിടെ അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ട ആ പ്രഭാവം പിണറായി വിജയൻ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത്, അതില്ല. അതിൻ്റെ ഒരു ഹിത പരിശോധനയാണ് നിലമ്പൂരിൽ നടന്നത്. അവിടെ പൊട്ടി. അപ്പോൾ മാസ് ബേസ് CPM-ന് നഷ്ടമായിരിക്കുന്നു അതിൻ്റെ അർത്ഥം. ജനവികാരം എതിരാണ്. വ്യാഖ്യാനം കൊണ്ട് കാര്യമില്ല. മാസ് ബേസ് സ്വരാജിനെ പോലെയുള്ള ഒരു സംസ്ഥാന, അതെ, അവിടെ നിലമ്പൂർ സ്വദേശിയാണ്, പോത്തുകല്ലുകാരനാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററും പാർട്ടിയുടെ ചാട്ടുളിയുമായിട്ടുള്ള, പാർട്ടിയുടെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള സ്വരാജിനെ വീണു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി പറയുന്നല്ല, മനസ്സിലിരിപ്പ് ഇതാണ്, CPM-നെ തോൽപ്പിക്കണമെന്നുള്ളതാണ് ജനവിരുദ്ധ വികാരം. സാർ, അത് ശരിക്കും CPM-നെ തോൽപ്പിക്കണമെന്നുള്ളതാണോ പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നുള്ളത്? അല്ല, ഞാൻ പറയുന്നത് ജനവിരുദ്ധ വികാരത്തിൻ്റെ തരംഗമാണ് ജനങ്ങളിലുള്ള കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ളതിൻ്റെ ഒരു അംശീപുലാക ന്യായമാണ് നമ്മൾ നിലമ്പൂരിൽ കാണുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളിതുകൊണ്ട് മാറ്റിമറിച്ചു, ഇതുകൊണ്ട് മറിഞ്ഞു എന്നല്ല, അവരുടെ മനസ്സിലിരിപ്പ് ഇതാണ്. അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അവിടെയും അദ്ദേഹം കുറച്ച് പിടിച്ച് നിൽക്കും. കാരണം നമ്മൾ കണ്ടല്ലോ, വീണാ വിജയൻ്റെ അഴിമതിയായാലും ശരി, സ്വപ്ന സുരേഷിൻ്റെ അഴിമതിയായാലും ശരി, ശിവശങ്കരൻ്റെ അഴിമതിയായാലും ശരി, എല്ലാം തൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടും അസാമാന്യമായ മെഴി വഴക്കത്തോടുകൂടി തന്നെ മുഖ്യമന്ത്രിയും അതിൻ്റെ പാർട്ടിയും അതിനെയൊക്കെ നേരിട്ടു. ഇപ്പം നോക്കൂ, കരിവന്നൂർ വേറൊരു പാർട്ടിക്കും രക്ഷപ്പെടാത്ത അവസരത്തിൽ പോലും അതിൻ്റെ MP അതിൽ അഴിമതി ആരോപിതനായിട്ട് പോലും എന്താ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ ആ ശക്തി അത്രമാത്രം, നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പില്ലാതെ വരെ അധികാര സ്ഥാനങ്ങൾ ED-ക്കെതിരെ വിജിലൻസിനെ കൊണ്ട് ED-യെ കൊണ്ട് പിടിപ്പിക്കാൻ, കടുവയെ പിടിച്ച കിടുക എന്ന് പറയുന്ന പോലെ ED-യെ പിടിപ്പിക്കാൻ നോക്കി, അത് പരാജയപ്പെട്ടു. പരാജയം അടഞ്ഞു. അതാണല്ലോ ഇപ്പോൾ അനക്കമില്ലാത്തത്. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഇവിടെ തരംതാണ തന്ത്രങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതുതന്നെയായിരിക്കും ഈ ലിറ്റ്മസ് ടെസ്റ്റ് അനുസരിച്ച് വരാൻ പോകുന്നത്. അവിടെ പാളിപ്പോയാൽ പിന്നെ ഒരു സെക്രട്ടേറിയറ്റിനും ഒരു സംസ്ഥാന കമ്മിറ്റിക്കും ഒരു പോളിറ്റ് ബ്യൂറോയ്ക്കും പിണറായി വിജയനെ രക്ഷിക്കാൻ പറ്റുകയില്ല. എന്തെന്ന് വെച്ചാൽ അപ്പോഴാണ്
അപ്പോഴാണ് കപ്പൽ മുങ്ങാൻ പോകുമ്പോഴാണ് എലികളെടുത്ത് പുറത്തേക്ക് ചാടുക. നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ ഇവർ അസ്വസ്ഥരായിട്ടുള്ള ഒരു സ്പ്ലിൻറ്റർ ഗ്രൂപ്പ്. പി.വി. അൻവർ എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു സ്പ്ലിൻറ്ററാണ്. അദ്ദേഹം പുറത്തേക്ക് പോയി ചാടി. ആദ്യത്തെ എലി അദ്ദേഹമാണ്. ഇതുപോലെ ചാടാനിരിക്കുന്ന പലരും കൊണ്ട് CPM-ലെ കപ്പിത്താൻ ഒറ്റയ്ക്കാവും. അതെ, കപ്പിത്താനെ വിമർശിക്കും. ആദ്യം ഉണ്ടാവും വിമർശിക്കുക, പാർട്ടിക്കകത്ത് നിന്ന് വിമർശിക്കും. കാരണം പാർട്ടിക്ക് പുറത്ത് പോയാൽ P.V. അൻവറായി പോകും. പണ്ട് EMS പറഞ്ഞ സുപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ മരിക്കുന്നത് വരെയും ഞാൻ പാർട്ടി തന്നെ തുടരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പോയാൽ ഞാൻ വേറൊരു MV രാഘവനായി തീരും എന്ന് പറഞ്ഞാൽ ഒന്നുമായി അല്ലാതായി തീരും. മനസ്സിലായോ? അങ്ങനെ CMP രൂപീകരിച്ചിട്ട് എന്തായി? ഒരു കുന്തവും ആയില്ല. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ട് വേറൊരു പാർട്ടി രൂപീകരിക്കുക എന്ന് പറയുന്നവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. പാർട്ടിയിൽ തുടർന്ന് ശക്തമായ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ഞാനിപ്പോൾ കാണുന്നത് MP രാജേഷിനും P. രാജീവിനെയും. P. രാജീവ് മുഖ്യമന്ത്രിക്ക് സമ്മതമുണ്ടായിട്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളല്ല. ഈ MP രാജേഷിനെ അതുപോലെ തന്നെ കഴിഞ്ഞ സംസ്ഥാന യോഗത്തിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അല്ല, അവരുടെ കോൺഗ്രസ്സിലും മധുര കോൺഗ്രസ്സിലും തഴയപ്പെട്ട നേതാക്കളാണ്. വളരെ അസ്വസ്ഥരാണ്. തഴയപ്പെട്ടെന്ന് മാത്രമല്ല, ഇവരുടെ ക്രെഡിറ്റ് വേണ്ട സ്ഥലങ്ങളിലെല്ലാം സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസ്, അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ ഒരാളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രവർത്തന പരിചയവും പാരമ്പര്യവും മികവും ഉള്ള 2 പേരാണ് MP രാജേഷും P. രാജീവും. മനസ്സിലായോ? സംശയമില്ലാത്ത കാര്യമല്ല, താങ്കൾക്കും അറിയാമല്ലോ. അവരെ തഴഞ്ഞിരിക്കുകയും അവർ നിശബ്ദം പ്രതിഷേധത്തിൻ്റെ ഒരു നിശബ്ദത അവർ പുറത്തുകയും ചെയ്യുന്നു. അത് പറഞ്ഞത് മനസ്സിലായോ? നിശബ്ദമായിട്ട് അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്മാർട്ട് പദ്ധതിക്ക് MP രാജേഷിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാതിരുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവുണ്ടായിട്ടൊന്നും തെളിവ് കിട്ടില്ലല്ലോ, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതേസമയം മുഹമ്മദ് റിയാസ് അവിടെ വരികയും. അതായത് സാർ, പാർട്ടിയിലെ ഒരു വിഭാഗം നിലമ്പൂരിൽ പാർട്ടി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിൽ കാണും. പുറമേ കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും തീർച്ചയായിട്ടും. പിന്നെ മുഹമ്മദ് റിയാസ് അതെന്ന് പറയുമ്പോൾ നെപ്പോട്ടിസത്തിൻ്റെ ഭാഗം, സ്വജനപക്ഷപാതം ഒരിക്കലും അങ്ങനൊരു ചിന്തയോ ധാരണയോ വരുത്താൻ പാടുള്ളതല്ല മുഖ്യമന്ത്രി. പക്ഷെ അടിക്കടി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൊതുമരാമത്ത് വകുപ്പ് G. സുധാകരൻ നോക്കിയിരുന്ന പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പൊക്കെ എടുത്ത് കൊടുക്കുക വഴി അകാരണമായിട്ടുള്ളൊരു സ്നേഹം, അകാരണമെന്നല്ല ഞാൻ പറയുന്നത്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അകാരണമായിട്ടുള്ള ബന്ധു എന്നുള്ളതിൽ കൊടുക്കാം. അതിന് നമ്മൾ പറയുന്നത് നെപ്പോട്ടിസം എന്നാണ്. ആ കാരണം അപ്പോൾ നെപ്പോട്ടിസമാണ്, നെപ്പോട്ടിസം വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് P.V. അൻവറും ഉന്നയിച്ച ഒരു വിഷയം, മരുമോനിസം കാണിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രബല വികാരമായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ മുറുമുറുക്കും, അവർ പറയാൻ ധൈര്യപ്പെടും. തോൽവിയുടെ അനാലിസിസ് ശക്തമായിട്ട് പറയാറുണ്ട് എല്ലാവരും. അവിടെ അവർക്ക് പറയാം, പാർട്ടിക്കകത്തിരുന്നുകൊണ്ട് ഇവർക്ക് പറയാം. അല്ല കോൺഗ്രസിൻ്റെ പോലെ നേരെ പത്രസമ്മേളനം വിളിച്ച് അതിനകത്തേക്കൊന്നും പറയേണ്ട കാര്യമൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പുറത്താണ്. അവർ തീർച്ചയായിട്ടും പറയും. ആ ഒരു മുറിവുറിപ്പ് ഒരു പൊതുവികാരമാണ്. അത് KT ജലീലിനുള്ള വികാരമാണ്, കാരാട്ട് റസാക്കിനുള്ള വികാരമാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പ്രദീപ് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ഒരു ടസിൽ അകത്ത് നടക്കുമ്പോൾ മുഹമ്മദ് റിയാസിനൊപ്പം നിന്ന എളമരം കരീമിന് വരെ എതിരെ നിന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എളമരം കരീം എന്ന് പറയുന്ന ശക്തനായ CITU നേതാവ് പിണറായി വിജയനെതിരാണ്. ഇപ്പോൾ പണ്ട് ഇതുപോലെ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ VS-ഉം പിണറായി വിജയനും കൂടിയാണല്ലോ CITU പക്ഷമായിരുന്ന EK നായനാർക്കെതിരെ. അതുപോലൊരു പോരാട്ടം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ. പോരാട്ടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ പോലുള്ള പോരാട്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആശയഭിന്നത, വിഭാഗീയത എന്ന് ഞാൻ പറയുന്നില്ല. അത് ആയിട്ടില്ല, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ആ വിഭാഗീയതയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അതായിരിക്കും പിണറായി വിജയൻ്റെ ഭാഗം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ എതിർപക്ഷത്തെ ഒതുക്കാനുള്ള ശക്തിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് മുറിവുകളേറ്റ ഒരു പടയാളിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പടക്കളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ശേഷം ചിന്ത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.